ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Mathew's കിച്ചൺ ആൻഡ് ഗാർഡൻ. നമുക്ക് ഇടിച്ചക്ക തോരൻ വെച്ചാലോ? ഇടിച്ചക്ക തോരൻ വെക്കുമ്പം നമ്മൾ ചക്കക്കുരുവേൽ ആ വെള്ള തൊലി വരുന്നതിന് മുമ്പേ പറിച്ച് തോരൻ വെക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് കാണില്ല. ഇടിച്ചക്കയുടെ കൂട്ടത്തിൽ ചെറുപയർ മുളപ്പിച്ചതും കൂടി ആയാലോ? അപ്പം പിന്നെ രണ്ടും അടിപൊളി ഹെൽത്തി സാധനങ്ങളല്ലേ. അപ്പോൾ നമുക്ക് പിഞ്ചായിട്ടുള്ള രണ്ട് ഇടിച്ചക്ക പറിക്കാം. ഇടിച്ചക്ക ചെറുപയർ തോരന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 2 ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി 10-12 മണിക്കൂർ ഇങ്ങനെ ഒരു തുണിയിൽ കെട്ടിവെച്ചിരുന്ന ചെറുപയറാണ്. ഇത് മുളച്ച് വന്നിട്ടുണ്ട്. മുളപ്പിക്കാതെയും ചെറുപയർ വെക്കാം, ഇടിച്ചക്ക തന്നെയും തോരൻ വെക്കാം. രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കറിവേപ്പില, കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 2 സവോള, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കടുക്, ഉപ്പ്. ഇടിച്ചക്ക നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും വെള്ളവും മാത്രം ഉപയോഗിച്ച് ഒന്ന് വേവിച്ചെടുക്കാം.
ഇത് വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ചെറു തീയിൽ വേവിക്കുന്ന തന്നെ ഇത് വേകും. ഇത് വേകാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ ചെറുപയർ കുക്കറിലൊന്ന് വേകാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, പച്ചമുളക്, സവോള, കുറച്ച് ഉപ്പ്, സവോള കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക് ചതച്ചത്. കാന്താരിമുളക് എരിവിൻ്റെ പാകത്തിന് കൂട്ടി കുറയ്ക്കാം. ചെറുപയറും ചക്ക ആയതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിരുന്നത് നല്ലതാണ്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്ന കൂട്ടത്തിൽ തേങ്ങയും കൂടെ ഒന്ന് ചതച്ചാലും കുഴപ്പമില്ല. ഇത് ഞാൻ ചതച്ചിട്ടില്ല. രണ്ട് 3 മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് ഇടിച്ചൊക്കെ ചേർക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ, മുളപ്പിച്ച് ചെറുപയർ ചേർക്കാം. ചെറുപയർ തന്നെ ഹെൽത്തിയാണ്. അപ്പം മുളപ്പിച്ച് ചെറുപയർ കൂടെ ആകുമ്പം ഒന്നുകൂടി ഹെൽത്തിയാണ്. ഇനി ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കി ചേർക്കാം. ഇപ്പം ചെറുപയറും ഇടിച്ചൊക്കെ എല്ലാം കുക്കായതാണ്. അതിതെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ചൊരു 5 മിനിറ്റ് കൂടി വേവിക്കാം. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഇടിച്ചക്ക ചെറുപയർ, മുളപ്പിച്ച ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പറയും ഈ കറി ഉണ്ടെങ്കിൽ ഒരുപാട് ചോറിനാണ്. ഞാൻ പറയുന്നത് ഈ കറി ഉണ്ടെങ്കിൽ ചോറൊന്നും വേണ്ട, ഇത് മാത്രം മതി. ഇതിൻ്റെ അകത്ത് എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടാണ്. ഇതൊരു കറിയായിട്ടോ ഒരു മീലായിട്ടോ ഒക്കെ കഴിക്കാം. അപ്പം നമ്മുടെ അടിപൊളി ഇടിച്ചക്ക
ചെറുപയർ മുളപ്പിച്ചത് തോരൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ഹെൽത്തി, സൂപ്പർ ടേസ്റ്റി. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണല്ലേ, ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇതേക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.